നമസ്കാരം. മാർച്ച് 15-ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിജ്ഞാപനം വന്നതിന് ശേഷം മുൻപെങ്ങും കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം 5 ദിവസങ്ങൾക്ക് ശേഷം അഞ്ചാമത്തെ ദിവസമാണിന്ന്. ആ അഞ്ചാമത്തെ ദിവസം മാത്രമാണ് കോൺഗ്രസിന് അതിന്റെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത് എന്നത് എന്തൊരു ദയനീയമായ കാഴ്ചയാണ്. അതിന്റെ അടിസ്ഥാനപരമായ കാരണം എന്താണ്? കോൺഗ്രസ്, ഞാൻ മുൻപൊക്കെ പറഞ്ഞതുപോലെ, അതിന്റെ ജനിതക സ്വഭാവമായ അധികാരമോഹവും ധനസമ്പാദനത്തിനുള്ളൊരു മാധ്യമമായി മാത്രം രാഷ്ട്രീയത്തെ ഉപയോഗിക്കുകയും ചെയ്യുക എന്ന അതിന്റെ ചരിത്രപരമായ കടമ, അത് എല്ലാ കോൺഗ്രസുകാർക്കും അറിയാം. കോൺഗ്രസ് പ്രസ്ഥാനത്തിനകത്ത് ഓരോരുത്തരും വരുന്നത് തൻ പ്രമാണിത്വത്തിനും സ്വജനപക്ഷപാതത്തിനും അധികാരത്തിനും അതുപയോഗിച്ചുള്ള അഴിമതിക്കും ഒക്കെ വേണ്ടിയാണ്. അത് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. അതുകൊണ്ടല്ലേ ഈ പ്രസ്ഥാനം മെലിഞ്ഞ് മെലിഞ്ഞ് ഒരു ക്ഷയരോഗിയെ പോലെ ഒന്നുമല്ലാതായി കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എവിടെയാണ് കോൺഗ്രസ്? സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയിലെ ശക്തമായ എതിരാളികളില്ലാത്ത ഒരു പ്രസ്ഥാനമായിരുന്നു കോൺഗ്രസ്. അന്ന് RSSന്റെ ഒരു സംഭവം, ഭാരതീയ ജനസംഘം അവിടെ ഉണ്ടെങ്കിലും അതിനൊന്നും സീറ്റില്ല. ഈ പ്രതിപക്ഷത്ത് സീറ്റ് ഉണ്ടായിരുന്ന ഏക പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് AK ഗോപാലനായിരുന്നു. കാലം മാറി ഒരുപാട് കാലങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകെ എന്താണ് സംഭവിച്ചത്? ഈ അധികാരഭ്രാന്തും സ്ഥാനമോഹവും മാത്രം കൊണ്ട് ആന്തരികമായ മൂല്യച്യുതികൾക്ക് വിധേയപ്പെട്ട് ആ പാർട്ടി ഇല്ലാണ്ടായി. അതിൽ നിന്ന് അനേകം രാഷ്ട്രീയ രൂപങ്ങൾ പിറവിയെടുത്തു. അതിന്റെ എല്ലാം ഒരു കൺഗ്ലോമറേറ്റ് ആണ് ഇപ്പോൾ ഉള്ളൊരു BJP. അതുപോലെ അവിടെയും പ്രാദേശികമായിട്ടുള്ള അനേകം പാർട്ടികളുണ്ട്. ഇതൊക്കെ കോൺഗ്രസിൽ നിന്ന് വിഘടിച്ചു പോയതാണെന്ന് കൃത്യമായിട്ട് ചരിത്രം പഠിച്ചാൽ മനസ്സിലാവും. DMK പോലുള്ള പാർട്ടികൾ ഒഴികെ ബാക്കിയെല്ലാം കോൺഗ്രസിൽ നിന്ന് വിഘടിച്ചു പോയവരാണ്. BJPയിലെ ഒട്ടുമിക്ക നേതാക്കളും കോൺഗ്രസിന്റെ നേതാക്കളായിരുന്നു. അതിപ്പോ അതിന്റെ എണ്ണം പെരുകി വരികയാണ്. ഞാൻ പറഞ്ഞു വന്നത്, കേരളത്തിൽ ഇപ്പോൾ കോൺഗ്രസിന് 4 സ്ഥാനാർത്ഥി മോഹികളുണ്ട്. മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി മത്സരിക്കുന്ന 4 സ്ഥാനാർത്ഥി മോഹികൾ. അവരാരൊക്കെയാണ്? KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ, പിന്നെ K സുധാകരൻ എന്തൊക്കെ ബഹളായിരുന്നു. ഞാൻ വേറെ പാർട്ടി ഉണ്ടാക്കും, ഇതാണ് 25 പേരെ മത്സരിപ്പിക്കും. എന്നിട്ട് എന്തായി? അവസാനം പൂച്ചയെ പോലെ പതുങ്ങി വന്ന് കണ്ണൂരിരിപ്പാണ്. അതിനെന്തെങ്കിലും അയാൾക്ക് ഓഫർ കൊടുത്തിട്ടുണ്ടാവാം. ഇതൊക്കെയാണല്ലോ ഇവരുടെ സ്ഥിരം പരിപാടി. എന്നിട്ടും എവിടെയും എത്താതെ എത്രയോ റിബൽ സ്ഥാനാർത്ഥികളാണ് മത്സരത്തിന് തയ്യാറായിട്ട് നിൽക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി മോഹികളെ ഉൾക്കൊള്ളണമെങ്കിൽ മിനിമം ഒരു 5000 സീറ്റെങ്കിലും അസംബ്ലിയിൽ, കേരള അസംബ്ലിയിൽ ഉണ്ടാവണം. എങ്കിലേ ഇവർക്കൊക്കെ മത്സരിക്കാൻ പറ്റൂ. അത്രമാത്രം സ്ഥാനാർത്ഥി മോഹികൾ. ഇവരുടെ ഉദ്ദേശം എന്താണ്? ഈ രാജ്യത്തെ ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതല്ല, സ്വന്തം സ്വാർത്ഥ മോഹങ്ങൾ, സ്വന്തം അധികാര ഭ്രാന്ത്, സ്വന്തം പോക്കറ്റ് വീർപ്പിക്കുക, സുഖലോലുപരായിട്ട് ജീവിക്കുക. അതൊഴികെ ഒരൊറ്റ ലക്ഷ്യം പോലും ഇന്ത്യയിലെ കോൺഗ്രസുകാർക്കില്ല എന്നുള്ളത് എന്നേ തിരിച്ചറിഞ്ഞവരാണ് മലയാളികൾ. ഇത്തവണ ഈ VD സതീശനൊക്കെ പറയാറുണ്ട്, വിസ്മയം കണ്ടില്ലേ, 6 വിസ്മയം തീർത്തു, ഇനി വേണോ വിസ്മയം? വേണോ? വേണോ? വിസ്മയം വേണോ? ആദ്യം പോയി തന്റെ തട്ടകം നന്നാക്കടോ, എന്നിട്ട് മതി വിസ്മയം തീർക്കല്. ഈ ആധുനിക കാലഘട്ടത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കകത്തും പാർലമെന്ററി വ്യാമോഹം മൂത്ത് തലയ്ക്ക് ഭ്രാന്തായ ആളുകളൊക്കെ ഉണ്ട്. അത് CPM-നകത്തുണ്ട്, CPI-ക്കകത്തുണ്ട്, ഇടത് പാർട്ടികളിലൊക്കെ ഉണ്ട്. പക്ഷെ അതിനെ അതത് തലങ്ങളിൽ
നിയന്ത്രിച്ച് നിർത്താനുള്ള ഒരു പാർട്ടി സംവിധാനം ഇടത് പാർട്ടികൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇല്ലാത്തത് അത് മാത്രമാണ്. നിങ്ങൾക്കൊരു സംവിധാനമില്ല. നിങ്ങൾ അധികാരമോഹികളുടെ ഒരു ആൾക്കൂട്ടം മാത്രമാണ്. ഈ വിസ്മയം തീർക്കുന്ന സതീശന് ഒരു കാര്യം മനസ്സിലാവും. ഏപ്രിൽ 9 വോട്ടെടുപ്പ് കഴിഞ്ഞ് മെയ് 4 വോട്ടെണ്ണി കഴിയുന്നതോടെ താങ്കൾ ആഗ്രഹിച്ച വനവാസത്തിന് പോകാനുള്ള വൽക്കലവും മരവുരിയുമെല്ലാം തയ്യാറാക്കി നിന്നോളൂ. പക്ഷെ ഒളിക്കാൻ കാടില്ല. എങ്കിലും ഇഷ്ടം പോലെ കോൺക്രീറ്റ് കാടുള്ള സ്ഥലമാണ് എറണാകുളം. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.